എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഡബ്ലിൻ മല്ലു വേൾഡ് ജസ്റ്റിൻ ലോയിസ് ആണ്. സോ കഴിഞ്ഞ ദിവസം നമ്മുടെ ഇവിടെ അടുത്തുള്ള ബീച്ചൊക്കെ പോയി കണ്ടിരുന്നു അല്ലേ. സോ ബീച്ചൊക്കെ കണ്ട് കുറച്ച് പേരൊക്കെ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. വളരെ കുറച്ച് വ്യൂസ് കിട്ടിയിട്ടുള്ളൂ. പക്ഷെ എങ്കിൽ കൂടിയും നമ്മളുടെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ട് പിൽഗ്രിമേജ്, അതുപോലെ തന്നെ നമ്മുടെ കുറച്ച് ടൂറിസം പാർട്ട്, അതുപോലെ തന്നെ ഫുഡ്, അങ്ങനെ കുറെ കണ്ടന്റ്സോട് കൂടിയാണ് നമ്മുടെ യൂട്യൂബ് ചാനൽ മുന്നോട്ട് പോകുന്നത്. നിങ്ങളുടെ സപ്പോർട്ടൊക്കെ നന്നായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ പ്രത്യേകം നിങ്ങൾ ക്ഷണിക്കുകയാണ് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക്. ഇന്നത്തെ ഒരു ദിവസം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് എനിക്ക് ഒരു ആശയം കിട്ടിയത്. നമ്മുടെ തൊട്ടടുത്ത ഒരു വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹോട്ട്സ്പോട്ട് വിച്ച് ഇസ് കോൾഡ് St. Anne's Park, which is a very old and traditional park, and it's a kind of a natural reserve too. So അങ്ങോട്ടാണ് നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത്. കുറെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പ്ലേസ് ഞാൻ കാണിക്കാൻ പോകുന്നത്. കടലിന്റെ തൊട്ട് തീരത്താണ് ഈ പാർക്ക് ഇരിക്കുന്നത്. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഇടമാണ് കേട്ടോ. അപ്പൊ അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് കൊണ്ടുപോകാൻ പോകുന്നത്. സോ നമ്മൾ ഈ അയർലൻഡിലെ കുറെ കാര്യങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ കാണുന്നുണ്ടാവും. നിങ്ങൾ എല്ലാവരും കാണണം, സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ആദ്യമായിട്ടാണ് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് വന്നിട്ട് നിങ്ങൾ കാണണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ വിലയേറിയ കമന്റും അതുപോലെ ലൈക്സും ഒക്കെ തന്നിട്ട് നമ്മുടെ കുഞ്ഞു ചാനലിൽ നിന്ന് പൊക്കിക്കൊണ്ട് വരണം കേട്ടോ. സോ അപ്പം നമുക്ക് കാണാൻ പോവാണ്. ഇന്നത്തെ ദിവസം നല്ലൊരു സണ്ണി ഡേ ആണ്. നല്ല വെയിലൊക്കെ ഉണ്ട് കേട്ടോ. തണുപ്പുണ്ടെങ്കിലും അത്ര ഉണ്ട്, തണുപ്പുണ്ട്. പക്ഷെ എന്നാലും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ദിവസമാണ് ഇന്ന് നമ്മള് പോകാൻ പോകുന്ന പാർക്കിലേക്ക്. ഞാൻ ആദ്യം പറഞ്ഞില്ലേ, പാർക്കിലേക്ക് പോകാൻ പോകണം കേട്ടോ. ഞാൻ ജസ്റ്റ് പുറത്തുനിന്ന് കാണിച്ചു തരാം, നിങ്ങൾക്ക് കാണാം അപ്പം കേട്ടോ. നോക്കിക്കേ, സണ്ണി ഡേ ആണല്ലേ. നല്ല നല്ല വെയിലൊക്കെ ആയിട്ട് ഇരിക്കുകയാണ്. അപ്പം നമ്മൾ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇറങ്ങും കേട്ടോ. അപ്പം നമ്മൾ പോയിട്ട് വരാം. എന്നാൽ നമുക്കൊന്ന് പോയിട്ട് വന്നാലോ. ഞാൻ എല്ലാം റെഡി ആയിട്ടുണ്ട്. പാട്ടൊക്കെ കേട്ട് പോകാൻ നോക്കുന്നുണ്ട്, ഹെഡ്ഫോണൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പാർക്കിലേക്ക് പോകണം. നമുക്ക് അവിടെ ചെന്നിട്ട് പിന്നെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളെല്ലാം കാണിച്ചു തരാം ഡീറ്റെയിൽഡ് ആയിട്ട് കേട്ടോ. ശരി എന്നാൽ. അപ്പോൾ ഇത് നമ്മൾ റാഹ്നി ടൗണിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ. നമ്മുടെ ട്രെയിൻ സ്റ്റേഷൻ കഴിഞ്ഞ് അങ്ങോട്ട് പോകുന്ന വഴിയാണ് ഈ കാണുന്നത്. ഇത് നമ്മുടെ അവിടെ ഒരു ചർച്ചുണ്ട് ക്രിസ്ത്യൻസിൻ്റെ, അതിൻ്റെ ഓപ്പോസിറ്റ് വഴിയാണ്. ഇപ്പം മെയിൻ റാഹ്നി ടൗണിലേക്ക് നമ്മൾ എത്തിയേക്കുവാണ്. ഇപ്പോൾ കാണുന്നത് പണ്ട് അവിടെ ഉണ്ടായിരുന്ന പള്ളിയായിരുന്നു. അതിപ്പം പള്ളിയല്ല, അത് കുറേയൊക്കെ പെടന്ന് ചാടിയിട്ട് ഇങ്ങനെ പോയിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു ലിറ്റിൽ ടൗണിൻ്റെ ആ ഒരു ഏരിയയിലേക്ക് നമ്മൾ ഇറങ്ങുവാണ്. അവിടെ ഒരു ഫാർമസിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ കാണുന്ന മിന്നുന്നത് ഫാർമസിയുടെ സിഗ്നലാണ് കാണുന്നത്, കുരിശ് പോലെ ഇരിക്കുന്ന സാധനം. അത് കഴിഞ്ഞ് നമ്മൾ ഇച്ചിരി കൂടെ മുന്നോട്ട് പോയി കഴിയുമ്പോൾ നമ്മുടെ സ്കൂൾ കുട്ടികളൊക്കെ പോകുന്നത് കണ്ടോ. അവർ ആ സെയിൻറ്റ് ആൻസ് പാർക്കിലേക്ക് പോകുന്നതാണ്. അവരെന്തോ ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ട് കണ്ട് പോകുന്നതാണ്. അപ്പോൾ അങ്ങനെ ഒത്തിരി ലിറ്റിൽ കഫേസൊക്കെ ഉള്ളൊരു റോഡാണ് കേട്ടോ. അതുപോലെ നോക്കിക്കുക, റോഡിൻ്റെ രണ്ട് സൈഡിലും വലിയ മരങ്ങൾ. ഈ മരങ്ങളെല്ലാം കൊഴിച്ചിട്ടില്ല കേട്ടോ. സാധാരണ വിൻ്റർ ടൈം ആകുമ്പോൾ മറ്റേ മോസ്റ്റ്ലി കാണുന്ന മരങ്ങളെല്ലാം ഇല കൊഴിച്ചിട്ടുണ്ട്. ബട്ട് ഇതങ്ങനെ എടുത്തൂർന്ന് നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ ഏകദേശം പാർക്കിൻ്റെ ഒരു എൻട്രൻസിലേക്ക് എത്തിയിട്ടുണ്ട്. കുറേ എൻട്രൻസ് ഉണ്ട്. എവിടേക്കാണ് എൻട്രൻസ് എന്ന് എനിക്ക് തന്നെ അറിയാൻ പാടില്ല. ഈ വഴിക്ക് നമ്മൾ നോക്കിക്കഴിയുമ്പോൾ കണ്ടോ, മരങ്ങളിങ്ങനെ ഇടതൂർന്ന് നിൽക്കുകയാണ്. അത് ഒരു നല്ല ഭംഗിയാണ്. നല്ല ക്യാമറയൊക്കെ ഉണ്ടെങ്കിൽ ഒത്തിരി ഫോട്ടോ എടുക്കാൻ പറ്റിയ ഒരു ഏരിയ ആണ് ഈ കാണുന്നത്. അപ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ മരം വളർന്നിട്ട് അതിൻ്റെ ഇടയ്ക്കൂടെയാണ് വഴി പോകുന്നത്. നല്ലൊരു കാഴ്ചയാണ് കേട്ടോ. നേരിട്ട് കാണുമ്പോൾ ഇച്ചിരി കൂടെ നമുക്കത് ഫീൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ സൈഡിലേക്ക് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാം, വീടുകളൊക്കെ കാണാൻ കണ്ടോ. അവിടെ ഫുട്ബോൾ കളിക്കാനുള്ളതിൻ്റെ കോർട്ട് കാര്യങ്ങളെല്ലാം ഉണ്ട്. അത് രണ്ട് സൈഡിലും ഉണ്ട്. അത് കണ്ടോ, ഇപ്പോൾ കാണുന്നതാണ് മൊത്തം ലോൺസ് ആയിട്ട് തന്നെ കിടക്കുവാണ്. ആ കാണുന്ന എല്ലാം വീടുകളാണ് കേട്ടോ. അപ്പോൾ ആ സൈഡിൽ കാണുന്ന എല്ലാം വീടുകളാണ്. കണ്ടോ, മരങ്ങൾ നിൽക്കുന്നത് കണ്ടോ, കോർത്തില്ല എന്നൊക്കെ ഉണ്ടോ മരങ്ങൾ നിൽക്കുന്നത്. ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ അത് കാണാൻ വേണ്ടിയിട്ട്. നല്ല രസമാണ് അത് കാണാൻ. അപ്പോൾ ഞാൻ ആ കോർട്ടിൻ്റെ അങ്ങോട്ട് ഇറങ്ങി നിന്നിട്ട് ഇച്ചിരി കൂടെ നന്നായിട്ട് അത് പിടിക്കാൻ വേണ്ടിയിട്ട് കണ്ടോ, എല്ലാം നല്ല അടിപൊളിയായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതൊരു നാൽക്കവല പോലെയുള്ളതാണ്. ആ പോകുന്ന വഴി, മുൻപോട്ട് പോകുന്ന വഴി, പിന്നെ ഇപ്പുറത്തേക്കും ഉണ്ട് വഴി. ഞാൻ വരുന്ന വഴിയുണ്ട്. അത് കൂടാതെ ഇപ്പുറത്തേക്ക് 4 ഭാഗങ്ങളിലേക്ക് ആ പാർക്കിൻ്റെ പല ഭാഗങ്ങളിലേക്ക് പോകുന്നതാണ്. ഇത് നേരെ നമ്മൾ ആ കടലൊക്കെ ഉള്ള ഭാഗങ്ങളിലേക്ക്, റോഡിൻ്റെ സൈഡിലേക്ക് ചെല്ലുന്ന വഴിയിലൂടെയാണ് ഞാൻ നടന്നു പോകുന്നത് കേട്ടോ. ഇവിടെ ഇതുപോലെ തന്നെ ഇഷ്ടംപോലെ മരങ്ങൾ, പല ടൈപ്പിലുള്ള മരങ്ങളൊക്കെ ഉണ്ട്. ഒത്തിരി മരങ്ങളുണ്ട്. അപ്പം നമ്മൾ പതുക്കെ നടന്ന് ഒരു ചെറിയ ഇറക്കമാണ്. അപ്പോൾ നമുക്ക് കാണാം കടലിൻ്റെ അവിടെ കയറി കണ്ടോ. ആ പോകുന്ന വഴിക്ക് കണ്ട ഒരു അണ്ണാങ്കുഞ്ഞാണ്. അത് നല്ല ഭംഗിയല്ലേ ഇതിനെ കാണാൻ, പൊളിയായിട്ടുണ്ട്. അവൻ പതുക്കെ അവിടെ നിന്ന് എണിച്ച് നിന്ന് പോയി കൈയൊക്കെ കാണിച്ച് കണ്ട, ഇപ്പം കണ്ടോട്ടെ, കൈ പൊക്കി കാണിക്കുന്നുണ്ട്. അങ്ങനെ അങ്ങ് പോകുന്നു കണ്ടോ. ഇപ്പം നമ്മൾ ഇറങ്ങി ചെല്ലുന്ന ആ വെള്ളം കിടക്കുന്നത് കണ്ടോ താഴെ, അത് കടലിൻ്റെ അവിടെ നിന്ന് കയറി കിടക്കുന്ന വെള്ളമാണ് അത്. ആ കാണുന്ന നല്ല രസമാണ് അങ്ങോട്ട് ഇറങ്ങി ചെല്ലുമ്പോൾ. ഞാനിപ്പോൾ അങ്ങോട്ടാണ് ഇറങ്ങി ചെല്ലാൻ പോകുന്നത് കണ്ടോ. കാറുകളൊക്കെ അവിടെ വെയിറ്റ് ചെയ്തിട്ടേക്കുന്നത്. അപ്പുറ സൈഡ് ആ മല പോലെ കാണുന്നത് ഹൗത്ത് എന്ന് പറഞ്ഞ ടൗണാണ്. ഞാനൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ഹൗത്ത് എന്നുള്ള ടൗണ്.
ആ ടൗണാണ് ആ കാണുന്നത്. അതിൻ്റെ അങ്ങേറ്റമാണ്. അത് ഒത്തിരി ദൂരമുണ്ട് അവിടെ നിന്ന് കാണുമ്പോൾ അങ്ങനെ കാണുന്നെങ്കിലും. അപ്പോൾ ഞാൻ അവിടെ നിന്നൊരു ഡെറ്റൂറിങ് എടുത്തു. അതിനുശേഷം നമ്മൾ അപ്പുറത്തെ ഒരു സൈഡിലേക്ക് പോവുകയാണ് കേട്ടോ. അങ്ങനെ നടന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടില്ലേ അവിടെ ഒരു എന്താ പറയുക, ഒരു വെല്ലാണ് ആ കാണുന്നത്. അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ആ ഒരു സ്റ്റാൻഡ് ഇരിക്കുന്നുണ്ട്, അത്ര എഴുതി വെച്ച് വെല്ലെന്നാണ് അതിൽ എഴുതി വെച്ചേക്കുന്നത്. വെള്ളം ഇങ്ങനെ കെട്ടിക്കിടക്കുന്ന സ്ഥലങ്ങളൊക്കെയാണ് ആ കാണിക്കുന്നത്. നിറയെ പക്ഷികളും അതുപോലെ തന്നെ ഡക്സൊക്കെ ഒത്തിരി ഉള്ളൊരു ഇടമാണ് കേട്ടോ. കണ്ടോ, ആ കാണുന്നൊരു വെല്ലാണെന്നാണ് പറയണേ. കണ്ടോ, ഫിഷിംഗ് വെൽ. ഇപ്പം ഇതിങ്ങനെ തടാകം പോലെ, ഒരു കുഞ്ഞ് തടാകം പോലെ കിടക്കുകയാണ്. അവിടെ ഒത്തിരി പക്ഷികളുണ്ട്. ഇതിൻ്റെ അങ്ങേറ്റം റോഡിൻ്റെ സൈഡാണ്. അപ്പോൾ വണ്ടി പോകുന്നത് നമുക്ക് കാണാം. ആ സൈഡിൽ ഒത്തിരി പക്ഷികളുണ്ട്, ബേർഡ്സ്. ഞാനത് കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോൾ കാണിക്കുന്നുണ്ട് ഇച്ചിരിയും കൂടെ നന്നായിട്ട്. ഇപ്പം ഞാൻ ജസ്റ്റ് ആ ഭാഗങ്ങളൊക്കെ ഒന്ന് കാണിച്ചിട്ട് പോകുന്നതാണ്. കണ്ടോ, ഒരു ബേർഡ് വരുന്നത് കണ്ടോ, അല്ല ഒരു ഡക്ക്. അങ്ങനെ ഒത്തിരി ഉണ്ട്. അത് ഒരെണ്ണം ഉള്ളു, അങ്ങ് ചെല്ലുമ്പോൾ കാണാൻ ഇഷ്ടം പോലെ. കണ്ടോ, നേണ്ട കിടക്കണം, ഇഷ്ടം പോലെ ഉണ്ട്. കണ്ടോ, ആ സൈഡ് റോഡിൻ്റെ സൈഡ് കണ്ടോ എന്തോരമാണെന്ന് നോക്കിയേക്ക്. തൊട്ടടുത്ത് പോയി താറാവുകളെ, ഇപ്പോൾ നാട്ടിലൊക്കെ ആണെങ്കിൽ ഇത് കെട്ടത്ത് കിടക്കുമല്ലോ, എല്ലാം പിടിച്ചുകൊണ്ട് പോയി തിന്നും. ഒരെണ്ണം പോലും കാണത്തില്ല നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ. അങ്ങനെയാണ്. അപ്പം കുറേ നടക്കാനുണ്ട് അതിൽ കൂടെ കേട്ടോ. ഞാൻ ആ ബേർഡ്സിനെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ആ സൈഡ് ചേർന്ന് സൈഡ് പറ്റി പോകുന്നത്. കണ്ടോ. അങ്ങനെ റോഡിൻ്റെ സൈഡിലേക്ക് ഞാൻ വന്നേക്കുവാണ്. കണ്ടോ, റോഡിൻ്റെ സൈഡ് ബസ്സൊക്കെ പോകുന്ന കടലിൻ്റെ ആ തീരമാണ്. മീൻസ് ഒരു ഭാഗമാണത്, വള്ളം കയറി കിടക്കുന്നതിൻ്റെ ഒരു ഭാഗമാണത്. ബസ് പോകുന്നതൊക്കെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ പിടിക്കുമായിരുന്നു. ആ കാണുന്നത് കണ്ടോ, അതൊക്കെ ഹൗത്തിൻ്റെ ഭാഗങ്ങളാണ് ആ കാണുന്നത്. ഇങ്ങനെ നമുക്ക് ഈ സ്ട്രെച്ച് മൊത്തം അങ്ങ് നടക്കാം. ഒത്തിരി ദൂരമുണ്ട് അത് നടക്കാൻ. നല്ല രസമാണ് ആ ഭാഗം കാണാനൊക്കെ. പിന്നെ ഞാൻ നോക്കിയപ്പോൾ അവിടെ ബേർഡ്സൊക്കെ ഇരിക്കുമായിരുന്നു. അപ്പം ബേർഡ്സൊക്കെ ഒത്തിരി ഉണ്ട്. അപ്പോൾ ഞാൻ അവിടെ ഇരുന്ന് കുറേ നേരം ബേർഡ്സ് വരുന്നതൊക്കെ പിടിക്കുകയായിരുന്നു. കണ്ടോ, ഒത്തിരി ഉണ്ട്, ഡക്കുകളും ബേർഡ്സും ഒക്കെ ഉണ്ട് അവിടെ ഒത്തിരി. കണ്ടോ, നല്ലൊരു വ്യൂ അല്ലേ. ഒരു വലിയ തിരക്കുമില്ല, ക്വയറ്റായിട്ടുള്ള ഒരു വണ്ടിയിലൊക്കെ ഈ സൈഡിലേക്ക് വരുന്നു. കണ്ടില്ല, അപ്പം ഞാൻ റോഡിൻ്റെ ഓപ്പോസിറ്റ് ക്രോസ് ചെയ്ത് അവിടെ നിന്നിട്ട് പെഡസ്ട്രിയൻസ് വഴി ക്രോസ് ചെയ്തിട്ട് നമ്മുടെ സൈഡിലേക്ക് ഇറങ്ങിയിട്ട് ആ സ്റ്റെപ്പ് വഴി ആ കാണുന്ന സ്കൂളിൽ മറ്റേ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ നടക്കാൻ പോയ വഴിയുള്ള ബീച്ച് ആ കാണുന്നതാണ്. ബീച്ചിൻ്റെ സൈഡാണ് ആ കാണുന്നത്. മാതാവിൻ്റെ സ്കൂളൊക്കെ ഇരുന്നുണ്ട് ആ ഭാഗമാണ്. പിന്നെ ഞാൻ എൻ്റെ മുഖമൊക്കെ ഒന്ന് പിടിക്കാമെന്ന് വിചാരിച്ചിട്ട് തിരിച്ച് പിടിച്ചു ക്യാമറ. അങ്ങനെ പോവാണ്. അപ്പോൾ നോക്കിയേ, കടലിൻ്റെ അകത്ത് വെള്ളം കിടക്കുന്ന കണ്ട്. കടലിൻ്റെ ഒരു ഭാഗം മീൻസ് കയറി കിടക്കുന്ന ഭാഗം, അതിനെന്താ പറയണമെന്ന് എനിക്ക് കറക്റ്റ് അറിയത്തില്ല. അങ്ങനെ അപ്പം ഇവിടെ ഞാൻ ഈ റോഡ് ക്രോസ് ചെയ്തിട്ട് ഗാർഡൻ്റെ ഉള്ളിലേക്ക് കയറാമെന്ന് വിചാരിച്ചു, പാർക്കിൻ്റെ ഉള്ളിലേക്ക്. കാരണം അവിടെ നിന്ന് ഒത്തിരി നടക്കാനുണ്ട്. ഇവിടെയാണ് ഇതിൻ്റെ എൻട്രൻസ് തീരുന്നത്, അല്ല ഈ ഭാഗം തീരുന്നത്. അപ്പോൾ ഈ എൻട്രൻസിലൂടെ കയറിയിട്ട് ഞാൻ ഇനി പാർക്കിൻ്റെ അപ്പുറ സൈഡിലേക്ക് കിടക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കയറുന്നത്. ആൾക്കാർ നടക്കുന്നുണ്ട്, കുറേ പേരൊക്കെ. ഒരു പട്ടി ഓടി കളിക്കുന്നത് കണ്ടോ. ഞാൻ അപ്പുറ സൈഡൊക്കെ ഒന്ന് പിടിച്ചതാണ്. ബസ്സൊക്കെ പോകുന്നത് കാണാം നമുക്ക്. അതിനുശേഷം കണ്ടോ, അവിടെ ഒരു പഴയ ഒരു പാലം പോലെ കാണുന്നുണ്ട്. അതൊരു ടവറാണ് കേട്ടോ അത്. ആ വാതിൽ കാണുന്നതിൻ്റെ അത്ര ഉള്ളിൽ കൂടെ കയറി നമുക്ക് സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോവാം. അതിൻ്റെ കണ്ടില്ലേ, ആനി ലീ ടവർ ബ്രിഡ്ജ്, അതാണ് അതിൻ്റെ പേര്. അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കയറാൻ വേണമെങ്കിൽ കയറി നമുക്ക് ഇറങ്ങി മുകളിൽ കയറാം. ഞാനത് ഉള്ളിൽ കയറിയില്ല, ഞാൻ ഇപ്പുറത്തെ വഴിക്ക് നേരെ തന്നെ അങ്ങനെ പോയത്. സ്റ്റെപ്പ് കണ്ടപ്പോൾ ഞാൻ അപ്പുറത്തോടെ കയറിപ്പോയി. എനിക്ക് ആ വഴിക്കാണ് പോകേണ്ടത്. അപ്പോൾ അതുകൊണ്ട് മുന്നോട്ട് കുറേ ഉണ്ട്. നല്ല പച്ചപ്പാണ് കേട്ടോ. പക്ഷെ ഇവിടെയുള്ള മരങ്ങളുടെ ഇലകൾ കുഴിച്ചിട്ടില്ല. അതൊരു എന്താണെന്ന് എനിക്കറിയത്തില്ല. നോക്കിക്കുക, അവിടെ അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ബട്ട് അങ്ങനെ കുറേ ഭാഗങ്ങളുണ്ട് അവിടെ. ഗോൾഫ് കോഴ്സ് ഉണ്ട്. ഇതിൻ്റെ അപ്പുറ സൈഡ് ഗോൾഫ് കോഴ്സ് ആണെന്ന് തോന്നുന്നു. ഇവിടെ പിള്ളേർ കയറി ഇന്ന് ആടുന്ന ഒരു ഇതാണെന്ന് തോന്നുന്നത്. കുട്ടികളൊക്കെ ഒത്തിരി പേര് പിള്ളേർ വന്ന് കളിക്കുന്നുണ്ട്. അമ്മ അപ്പനൊക്കെ വന്ന് കൊണ്ടുവന്ന് പിള്ളേർ ഒത്തിരി പേര് കളിക്കുന്നവരുണ്ട്. കണ്ടോ, ഇവിടെ നിന്ന് അങ്ങ് തുടങ്ങുവാണ് മെയിനായി. ഇപ്പം കുറച്ചും കൂടെ നിരപ്പായ സ്ഥലമാണ് പാർക്കിൻ്റെ. ഇവിടെ നിന്ന് ഒത്തിരി ഉണ്ട്, കിലോമീറ്ററുകൾ കണക്ക് ഇങ്ങനെ കിടക്കുവാണ് കേട്ടോ.
ഭയങ്കര രസമാണ് കാണാൻ വേണ്ടിയിട്ട്. കണ്ടോ, ബെഞ്ചൊക്കെ ഇട്ടിട്ടുണ്ട്, ആളുകൾക്ക് വന്ന് ബാർബിക്യൂ ഒക്കെ കഴിക്കാം, ഉണ്ടാക്കി കഴിക്കാം, അങ്ങനെയൊക്കെയുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. തണുപ്പായതുകൊണ്ട് അതൊന്നും ആരും വല്ല, സമ്മർ ടൈമാണ് കൂടുതൽ ആളുകൾ അതൊക്കെ യൂസ് ചെയ്യുന്നതെന്ന് തോന്നുന്നു. കണ്ടില്ലേ എന്ത് രസമാണെന്ന് നോക്കിക്കേ. മരങ്ങൾ, ഈ മരങ്ങളെല്ലാം ഇല കൊഴിച്ചിട്ടുണ്ട്, ബട്ട് ചില മരങ്ങൾ ഇല കൊഴിച്ചിട്ടില്ല. ആളുകൾ പ്രാംസിൽ കൊച്ചിനെ കൊണ്ടുവരുന്നു, പിള്ളേരൊക്കെ തള്ളിക്കൊണ്ട് വരുന്നുണ്ട്. പിന്നെ ഇവിടെ എന്തോ രണ്ട് ഇങ്ങനെ സ്ട്രക്ചർ പോലെ കാണുന്നുണ്ട്, അതെന്താണെന്ന് എനിക്ക് തോന്നുന്നു പഴയ ട്രീയുടെ കുറ്റിയാണ്, അത്തൽ വേറെ എന്തോ ഡിസൈനൊക്കെ ചെയ്തേക്കുന്നതാണ് അവരാ കാണുന്നത്. നല്ല ഭംഗിയാണ് കേട്ടോ അത്. കണ്ടോ ഇങ്ങനെ നിരന്ന് കിടക്കുകയാണ് ഏക്കർ കണക്കിന്. എന്ത് ഭംഗിയാന്ന് നോക്കിക്കേ. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് കേട്ടോ. മോസ്റ്റ്ലി എല്ലാ ഭാഗങ്ങളും നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. എല്ലാവരും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയി കൊണ്ടു കിടക്കുന്നത്. അവിടെ ബിൻസൊക്കെ ഉണ്ട്, അപ്പോൾ എന്തെങ്കിലും ഇടണം എന്നുണ്ടെങ്കിൽ അവർക്ക് അത് അവിടെ ഇടാം. കണ്ടില്ലേ. ഇനി നമ്മൾ പോകുന്നത് ഒരു ഒരു പ്രത്യേക സ്ട്രക്ചറിലുള്ള ഒരു ഇൻഡോർ ആയിട്ടുള്ളൊരു ഏരിയയിലേക്കാണ് നമ്മൾ ഇനി പോകാൻ പോകും. ഇൻഡോർ എന്ന് പറയാൻ പറ്റത്തില്ല, ബട്ട് അത് ആ പണിത് വെച്ചേക്കണം കണ്ടു കഴിഞ്ഞാൽ ഒരു സ്ട്രക്ചർ പോലെ നമുക്ക് തോന്നിക്കും. പൂച്ചെടിയാണ്, മൊത്തം ചെടിയാണ്. ആ ചെടി കൊണ്ട് ഇങ്ങനെ ഒരു പ്രത്യേക ഒരു ആകൃതിയിൽ ഒരു ഏരിയ ഉണ്ടാക്കിയേക്കാണ്. കാരണം ഇവിടെയാണ് തുടങ്ങുന്നത്. ആ നിൽക്കുന്നത് കുറ്റിച്ചെടിയാണ്. അതിങ്ങനെ നല്ല ഭംഗിയായിട്ട് വെട്ടി നല്ല സ്ട്രക്ചറിൽ വെച്ചേക്കും. അതിൻ്റെ എൻട്രൻസിലേക്കാണ് നമ്മൾ ഇനി പോകാൻ പോകുന്നത്. ആ സൈഡൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ച് പോകുന്നതാണ്. അപ്പോൾ അതിൻ്റെ എൻട്രൻസിലേക്ക് കയറുമ്പോൾ നമുക്ക് ഇച്ചിരി കൂടെ കണ്ടോ ആ ചെടി വന്നേക്കണുണ്ടോ, ചുറ്റി വളഞ്ഞ് അത് നടുക്കോടെയൊക്കെ ഇങ്ങനെ പല ഇതായിട്ട് വന്നേക്കുവാണ്. ഇതാണ് ഇങ്ങോട്ട് കയറുന്നതിൻ്റെ ഇവിടുത്തെ എൻട്രൻസ്. ഇതിന് കുറേ എൻട്രൻസുകളുണ്ട്. അപ്പോൾ ഈ ഭാഗത്തിൻ്റെ എൻട്രൻസാണ് ഇപ്പോൾ കാണുന്നത്. ആളുകൾ കുറവാണ് കേട്ടോ. കണ്ടോ, ഇത്രയും ഉള്ളോട്ടുള്ളൊരു ഏരിയ ആയതുകൊണ്ട് ആളുകൾ കുറവാണ്. അവിടെ ഇവിടെയൊക്കെ കുറച്ച് പേരൊക്കെ ഇരിക്കുന്നുണ്ട്. എല്ലാം പ്രായമുള്ള ആളുകളാണ് കൂടുതലും മോസ്റ്റ്ലി ഞാൻ കണ്ടത്. കണ്ടില്ലേ, അടിപൊളിയായിട്ടില്ലേ. ഈ പാർക്ക് ഞാനിവിടെ കണ്ടതിൽ വെച്ച ഏറ്റവും വലിയൊരു പാർക്കാണ് കേട്ടോ. ഇവിടെ നടക്കണമെങ്കിൽ കിലോമീറ്ററുകൾ നടക്കാറുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ വാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒത്തിരി ഏരിയ നമുക്ക് കവർ ചെയ്യണം. ഞാനിപ്പോൾ തന്നെ മടുത്തു ആക്ച്വലി. സോ ഇറ്റ്സ് ലൈക്ക് സച്ച് എ ലോങ് സ്ട്രെച്ച് ടു വാക്ക്. കണ്ടില്ലേ, ഇപ്പം തന്നെ കുറേ നടന്നു കഴിഞ്ഞേക്കണം. ശരിക്കും നമ്മൾ മടുത്തു പോകും, പക്ഷെ അത്ര ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ. ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്, ഭയങ്കര നേച്ചർലി ഫ്രണ്ട്ലി ആണ്. നമുക്ക് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് കേട്ടോ. പൂന്തോട്ടങ്ങൾ, മരങ്ങൾ ഒക്കെ ഇഷ്ടംപോലെ നല്ല രസമാണ് കാണാൻ. ഇല പൊഴിക്കാത്ത മരങ്ങൾ, ഇപ്പോൾ വിൻ്ററാണ് ഇവിടെ, പക്ഷേ ഇല പൊഴിക്കാത്ത മരങ്ങളും കൂടെ ഉണ്ട്. അതുപോലെ ഇല പൊഴിച്ചിരിക്കുന്ന മരങ്ങളാണ് കൂടുതലും കാണുന്നത്. ഇല പൊഴിക്കാത്ത മരങ്ങളും ഇഷ്ടംപോലെ തന്നെയുണ്ട് ഇവിടെ. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. സോ ഇറ്റ്സ് എ റിയലി വർത്ത്ഫുൾ വാക്ക്. പിന്നെ വേറൊരു കാര്യം ഞാൻ നോട്ടീസ് ചെയ്ത്, യൂഷ്വലി പീപ്പിൾ ടു സേ ദാറ്റ് Irish people are quite friendly and they talk much and they say hello when especially passing. But I don't think they're very friendly really, especially I think with the brown skin and stuff like that. I've noticed a lot of difference, like it's just not a very friendly people, I believe. Yeah, even if you smile also they don't smile kind of thing. Even if you say hello, I don't think they do say hello. So yeah, that's kind of a different experience, especially visiting in this area. I mean, place where I live, people do say hi and stuff like that, but generally I don't think they're very friendly. But Australia, people do say hello and things like that. And it's very local too, like it's not very multicultural place. The only people I can see here is just a normal local people, but no one else. Yeah, that's quite different. ഓണസ്റ്റ്ലി പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നടന്ന് ആ പാർക്കിൻ്റെ എവിടെയോ എത്തിയിരിക്കുമ്പം തിരിച്ചു പോകാനുള്ള വഴി കറക്റ്റായിട്ട് അറിയാമോയെന്ന് അറിയത്തില്ല. അത്രയും ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട് ഞാൻ. ഇനി തിരിച്ച് പോകണ വഴി കണ്ടുപിടിക്കണമെങ്കിൽ എനിക്ക് തോന്നുന്നു നല്ലൊരു നടപ്പ് നടക്കണമെന്ന് തോന്നുന്നു. ഏകദേശം ഒരു ഐഡിയ ഉണ്ട്, ബട്ട് സ്റ്റിൽ വാക്കിംഗ്. പിന്നെ വേറൊരു കാര്യം ഞാൻ നോട്ടീസ് ചെയ്ത്, എനിക്ക് തോന്നുന്നു ഇന്ന് ലൈവ്ലിയാണ് കേട്ടോ ഈ പ്ലേസ്. ഒത്തിരി ആളുകൾ നടക്കുമോ എല്ലാം ഉണ്ട്. പട്ടിനെയും കൊണ്ട് നടക്കുന്നവരുണ്ട്, ചുമ്മാ നടക്കുന്നവരുണ്ട്,
സ്കൂൾ കുട്ടികളുണ്ട്. അങ്ങനെ കുറേ ഭയങ്കര ലൈവ്ലി ആയിട്ടുള്ളൊരു ഏരിയ ആണ് കേട്ടോ അത്. പക്ഷെ ഒത്തിരി വലിയ ഏരിയ ആണ്. പക്ഷെ എന്ത് തന്നെയാണേലും നടക്കാൻ പറ്റിയ ഏരിയ ആണ്. ലീവൊക്കെ റിലാക്സ് ചെയ്ത് പതുക്കെ ജോഗിങ് ചെയ്യേണ്ടവർക്ക് ജോഗിങ് ചെയ്യാം. അവർക്ക് ചാറ്റ് ചെയ്യാം. അങ്ങനെ പ്ലെൻറ്റി ഓഫ് പ്ലേസസ്, ഒത്തിരി പ്ലേസ് ഉണ്ട്. അപ്പം എന്ത് വേണേലും ചെയ്യാം അവിടെ. നൈസ്. ഇപ്പോൾ റീസെൻ്റായിട്ട് ഞാൻ കുറേ 3-4 പാർക്ക് എനിക്ക് തോന്നുന്നു നമ്മുടെ യൂട്യൂബ് ചാനലിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ വെച്ച് ഏറ്റവും ഞാൻ കണ്ടേക്കുന്ന വലിയ പാർക്ക് ഇതാണെന്ന് തോന്നുന്നു. ഇൻട്രസ്റ്റിംഗ്. പതുക്കെ പടവും മടക്കം കിട്ടി പോകാൻ തുടങ്ങണം കേട്ടോ. മടുത്ത്